ഇന്ന് ലോസ് ആണല്ലോ നിൽക്കുക. എന്താ പറ്റിയ, എന്താ കാരണം? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, നിഫ്റ്റിയും തക്കം പാർത്തിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെയാണ് ഈ ട്രേഡ് നമുക്ക് പ്രതികൂലമായി ബാധിച്ചത്. മനസ്സിലായില്ല. അതായത് ആഗോള വിപണിയിലെ ചാഞ്ചാട്ടവും ഓഹരി വിപണിയിലെ പണപ്പെരുപ്പവും റാഡിക്കലായിട്ടൊരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? ഇന്ന് എന്തുകൊണ്ട് നഷ്ടം സംഭവിച്ചു എന്ന് ലളിതമായി പറഞ്ഞൂടെ? വെറുതെ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം, ആഗോള വിപണിയിലെ പണപ്പെരുപ്പം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തിനാ? ലോസ് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് ന്യായീകരണങ്ങൾ നമുക്കുണ്ടാവും. ട്രേഡിങ്ങിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ലോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ലോസിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഈ ഒരു ചിന്ത മാറ്റിയിട്ട് നമ്മൾ ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആവുന്നത്.